എഞ്ചിനീയറിംഗിൽ 2ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ധ്യാൻ തേജ് മണപ്പാട്ടി എന്ന വിദ്യാർത്ഥി, കണ്ണൂർ സ്വദേശിയാണ്. അങ്ങനെ 2026 കീം എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ സ്വദേശിയായ ബ്രില്യൻറ്റിൻ്റെ സ്വന്തം ധ്യാൻ തേജ് മണപ്പാട്. അപ്പോൾ ധ്യാൻ, ആദ്യമേ തന്നെ ഒരു കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. മന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദനം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെൻറ്റ്, ഈ ഒരു റാങ്ക് ലഭിച്ചു എന്നറിഞ്ഞൊരു മൊമെൻറ്റ്? വളരെ പ്രൗഡായൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ എക്സാം എഴുതിയപ്പോൾ അത്യാവശ്യം നല്ല സ്കോർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു റാങ്കിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ ഒരു ഹാപ്പി ആയ മൊമെന്റ് ആയിരുന്നു. പിന്നെ മിനിസ്റ്ററൊക്കെ വിളിക്കുക വലിയൊരു കാര്യം തന്നെയാണ്, വലിയൊരു കാര്യമാണ്, ഒരു നല്ലൊരു മൊമെന്റ് ആണ് ലൈഫിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു കീം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? പ്രിപ്പറേഷനൊക്കെ ബ്രില്യൻ്റെ മെറ്റീരിയൽസ് ഒക്കെ റെഫർ ചെയ്യായിരുന്നു. പിന്നെ ഈ പറയുന്ന എക്സാം ഒക്കെ എഴുതിയായിരുന്നു. ഓക്കെ, എക്സാം എങ്ങനെ എഴുതുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ബ്രില്യൻ്റെ മോഡൽസും ഉണ്ട്. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി മോനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അതൊക്കെ നല്ലൊരു ഹെൽപ്പിംഗ് തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം കീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീമിൻ്റെ ഒരു ഫോർമാറ്റ് അറിയാനും പിന്നെ ഒരു എന്താണ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ബ്രില്ലിൽ ഏത് ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത് ഒരു എക്സാമിനേഷന് വേണ്ടി? എക്സാംസ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ബ്രില്ലിൻ്റെ എക്സാംസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സാമിനേക്കാളൊക്കെ ഒരു ലെവൽ മുകളിൽ വരുന്നൊരു എക്സാംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിൽ ലെവൽ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സാമാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ധ്യാൻ തേജ് നമ്മുടെ ബ്രില്ലിലെ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ? അതായത് ഒരു വർഷം നമ്മുടെ കൂടെ നിന്ന് ആണ് എല്ലാ എക്സാംസിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ബ്രില്ലിലെ ആ ഒരു എക്സ്പീരിയൻസ്, ഹോസ്റ്റൽ ലൈഫൊക്കെ? ഹോസ്റ്റൽ ലൈഫൊക്കെ അടിപൊളിയായിരുന്നു. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ഹോസ്റ്റലില് ഒരു റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്, പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ലൈബ്രറിയിലെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ഹോസ്റ്റലൊരു ടോട്ടാലിറ്റിയിൽ പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ നല്ലൊരു ഇതായിരുന്നു. ഓക്കെ, നമ്മുടെ ബ്രില്യനിലെ ഫാക്കൽറ്റീസ് ഓഫ് ദ ടീച്ചിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരെന്ത് ചോദിച്ചാലും പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്രയും ഫ്രണ്ട്ലിയാണ് ടീച്ചേഴ്സൊക്കെ. പിന്നെ സാറന്മാരാണെങ്കിലും ഹോസ്റ്റലിലെ മെൻറ്റേഴ്സായിട്ടുള്ള സാറന്മാരാണെങ്കിലും അല്ലാണ്ടുള്ള സാറന്മാരാണെങ്കിലും എന്താണ് കട്ട സപ്പോർട്ടായിരുന്നു. ഇപ്പം നമ്മൾ മാർക്കെല്ലാം കുറഞ്ഞെടുക്ക് പരാതിയിലും പറയുമ്പോൾ നല്ലൊരു ഇത് തരുമായിരുന്നു, നല്ലൊരു മോട്ടിവേഷൻ തരുമായിരുന്നു. പിന്നെ ഡയറക്ടർമാർ അവരിടയ്ക്കിടെ വരുമായിരുന്നു, മോട്ടിവേഷൻ തരുമായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഡൗൺ ആയി നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇത് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടാലിറ്റിയിൽ പറയുകയാണെങ്കിൽ നമ്മളെ മെൻറ്റർമാരൊക്കെ അടിപൊളിയാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ശരിക്കും ഈ സെക്കൻഡ് റാങ്ക് എക്സ്പെക്ട് ചെയ്തിരുന്നോ? നല്ല സ്കോർ ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? സെക്കൻഡ് റാങ്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്? മാത്സ് ആണ്. എന്തുകൊണ്ടാണ്? ചാടിയുള്ള ഉത്തരമായിരുന്നു മാത്സ്. എന്തുകൊണ്ടാണ് മാത്സ്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ കാരണങ്ങൾ പലതാണ്. എനിക്ക് പണ്ട് മുതലേ മാത്സ് ഒരു ഇഷ്ടമാണ്, തുടക്കം മുതലേ. പിന്നെന്ന് വെച്ചാൽ ആ ഒരു വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഫിസിക്സിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എന്താണ് കാര്യം മനസ്സിലാക്കുക, വിഷ്വലൈസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതൊരു എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ വൺ സ്റ്റെപ്പ് പ്രോസസ്സാണ്. മാത്സിൽ അങ്ങനെയില്ല, എന്താണ് കാര്യം മനസ്സിലാക്കുക, പ്രോബ്ലം ചെയ്യുക, ഡയറക്റ്റ് ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. പിന്നെ അതിൽ വേറെ കാര്യങ്ങളൊന്നും വരുന്നുമില്ല. കെമിസ്ട്രി പോലെ എക്സെപ്ഷൻസ് ഒന്നുമില്ല.
ഇത് സ്ട്രെയിറ്റ് ആയിട്ട് സബ്ജക്റ്റാണ് മാത്സ്. ഓക്കെ, ഈ വർഷത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ഇച്ചിരി ഫിസിക്സ് ഒക്കെ ഇച്ചിരി പാടായിരുന്നു, ലെങ്തി ആയിരുന്നു ഒക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഈ വർഷത്തെ എക്സാമിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണത്തെ എൻ്റെ ഷിഫ്റ്റ് കുറച്ചും കൂടി ടഫായിരുന്നു. മാത്സ് ഒക്കെ ലേശം ലെങ്തി ആയിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ദിവസം തന്നെയാണ് എല്ലാം ആയിരുന്നു. ഫിസിക്സ് ആണെങ്കിലും. ഓക്കെ. ധ്യാൻ കീമിൽ കേരള ടോപ്പറാണ്, അതുപോലെ തന്നെ ജെയ് മെയിൻസിലും ജെയ് അഡ്വാൻസിലും ഒക്കെ ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല റാങ്കും സ്കോറും ഒക്കെ നേരിട്ടുള്ള ഒരാൾ തന്നെയാണ് ധ്യാൻ. ഓക്കെ, അപ്പോൾ അലോട്ട്മെന്റ് വന്നപ്പോൾ എവിടെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ IIT കാൺപൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി. IIT കാൺപൂരിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് IITs ആണ്. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വർഷത്തെ കേരള ടോപ്പറായ അക്ഷയ് ബിജു അവിടെ IIT കാൺപൂരിൽ ഇതേ കോഴ്സിൽ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ക്യാമ്പസിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വന്തമായിട്ട് എയർ സ്ട്രിപ്പ് വരെയുള്ള ക്യാമ്പസാണ്. അത്ര വലിയ ഏക്കർ കണക്കിനുള്ളൊരു ക്യാമ്പസാണ്. അപ്പോൾ അത്രയും മികച്ചൊരു ക്യാമ്പസിലാണ് ധ്യാനിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, അഭിനന്ദനങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും മികച്ചൊരു നേട്ടമാണ് ധ്യാൻ നേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ ധ്യാൻ മാത്രമല്ല, ധ്യാൻ്റെ കൂടെ ധ്യാൻ്റെ ഫാമിലി, അതുപോലെ ധ്യാൻ്റെ മെൻറ്റർ എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അച്ഛൻ നമസ്കാരം. ധ്യാൻ വലിയൊരു നേട്ടമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? വളരെ അഭിമാനം തോന്നുന്നു. ഇങ്ങനെയുള്ളൊരു മകനുണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു പുണ്യമായി കാണുന്നു. ഓക്കെ, സാറിൻ്റെ പേര്? സാർ എന്താ വർക്ക് ചെയ്യുന്നത്? എന്താണ്? ഞാൻ ഒമാനിൽ അധ്യാപകനായി വർക്ക് ചെയ്യുന്നു. അധ്യാപകനാണ്. ഓക്കെ, അപ്പോൾ അധ്യാപകൻ്റെ മകൻ എന്നുള്ള രീതിയിൽ എല്ലാവിധ ശിക്ഷണങ്ങളും മകന് സാറിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിനിസ്റ്ററാണ് ഈ റിസൾട്ട് അനൗൺസ് ചെയ്തത്. TV-യിലൂടെ ലൈവായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷമൊക്കെ എങ്ങനെയുണ്ട്? കാരണം ഇതൊക്കെ അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു മൊമെൻ്റ് അല്ല, വളരെ റെയർ ആയിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കീം എക്സാം അതുപോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും. ആ ഒരു മൊമെൻ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. ഇങ്ങനെയുള്ളൊരു നിമിഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ അധികം കിട്ടൂല. അപ്പോൾ വളരെ സന്തോഷം തോന്നി. ഓക്കെ, എന്തുകൊണ്ടാണ് ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം കണ്ണൂരിന്ന് പാലായിലുള്ള സെൻറ്ററിലാണ് അല്ലേ റിപ്പീറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് ബ്രില്യൻ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? മുന്നിലെ പഠിച്ച കുട്ടികളുടെ പേരൻസ് പറഞ്ഞ അഭിപ്രായം മാനിച്ചതാണ് നമ്മളവിടെ ചേർക്കാനുള്ള കാരണം. ഓക്കെ, എന്താ പറയുക, ആ തീരുമാനം എടുത്തതിൽ ഇപ്പോൾ എന്താ തോന്നുന്നത്? നല്ല തീരുമാനമായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ സാർ. അപ്പോൾ ധ്യാൻ്റെ അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? വളരെയധികം സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഓക്കെ, അമ്മയുടെ പേര്? അമ്മ എന്താണ് ചെയ്യുന്നത്? എൻ്റെ പേര് അൻഷ. ഞാനൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര വലിയ റാങ്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നോ? രണ്ടാം റാങ്ക് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, എന്നാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ അത്രയും ദൂരെ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങളുമായിട്ടൊരു കോൺടാക്റ്റിൽ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും ധ്യാൻ്റെ ടീച്ചേഴ്സ് അതുപോലെ മെൻറ്ററൊക്കെയാണ് അല്ലെ? അവർ നിങ്ങളുമായിട്ടാണ് കൂടുതലും കമ്മ്യൂണിക്കേഷൻ നടന്നത്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കറക്റ്റായിട്ട് എല്ലാ അപ്ഡേറ്റ്സ് ഒക്കെ അവർ വിളിച്ച് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ധ്യാനിൻ്റെ ഹോസ്റ്റൽ ലൈഫിലൊക്കെ മെൻറ്ററായ ദീപ് സാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദീപ് സാർ, എന്താണ് ധ്യാനിനെ പറ്റി സാറിന് പറയാനുള്ളത്? ഏറ്റവും ആദ്യം പറയാനുള്ളത് എൻ്റെ ഈ ഒരു മൊമെൻറ്റിൽ ഏറ്റവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയൊരു സന്തോഷമാണ്. അതുകൂടാതെ സാധാ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പഠിച്ച് വന്നിട്ട് ബ്രില്യൻ്റ് എത്തി ഇവോൾവ് ചെയ്ത ഒരാളാണ് ധ്യാൻ. ഇപ്പോൾ ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങി എവിടെ എത്തിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. ലാസ്റ്റ് മൊമെൻ്റ് വരെ ഇവൻ്റെ ആ പർഫോമൻസ് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ആളെ സ്പോട്ട് ചെയ്തിരുന്നത്, കാരണം വീക്കിലി എക്സാമിനുള്ള പെർഫോമൻസ് എല്ലാം അന്നേരം തന്നെ. പിന്നെ എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ആളുടെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അത് ലാസ്റ്റ് IIT കാൺപൂർ അവനെ ഓപ്റ്റ് ചെയ്യുന്നവരെ നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നു. അവർ എന്ന് പറഞ്ഞാൽ ഇവനെ IIT എവിടെ ഓപ്റ്റ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി വരും. അത്രയില്ല, അത് ജെയ് അഡ്വാൻസ്ഡ് വരെ അത്രയും പെർഫോമൻസ് കീപ്പ് ചെയ്തിട്ട് പിന്നീടാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ബ്രില്യൻ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എത്തിയപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ധ്യാൻ്റെ ഹോസ്റ്റലിലും മെൻറ്ററും കൂടെ ആയിരുന്നല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വൈബൊക്കെ? ഹോസ്റ്റലിൽ നമ്മൾ പറഞ്ഞില്ല, റിസൾട്ട് വെച്ചിട്ടാണ് ആളെ നമ്മൾ സ്പോട്ട് ചെയ്ത് തുടങ്ങി ആദ്യമേ. അപ്പോൾ സാധാ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരു കണ്ടീഷൻസും നമ്മുടെ അടുത്ത് പറയാത്ത ഒരാളായിരുന്നാണ്. വളരെ ഡിസിപ്ലിനായിട്ട് സൈലൻ്റ് ആയിട്ട് അവരെ നമ്മൾ സ്പോട്ട് ചെയ്യുന്നവൻ്റെ റിസൾട്ട് വഴിയാണ് എപ്പോഴും. അല്ലാണ്ട് എന്താ പറഞ്ഞാൽ ഒരു പരാതിയോ പരിഭവങ്ങളോ അങ്ങനെയൊന്നും ഹോസ്റ്റലിൽ പറയില്ല. എപ്പോഴും അക്കാദമിക് കാര്യങ്ങൾ മാത്രമാണ് പ്രയോറിറ്റി ചെയ്തിരുന്ന ആൾ. പിന്നെ പേരൻസ് ആണെങ്കിലും വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അമ്മയാണെങ്കിലും വല്യമ്മയാണെങ്കിലും ഹോസ്റ്റലിലേക്ക് വരാറുണ്ടായിരുന്നു. ലാസ്റ്റ് അവിടെ നിന്ന് പോരുന്ന സമയത്താണെങ്കിലും അവർ രണ്ടുപേരെയാണ് വന്നത്. അതും വേറെ ബഹളങ്ങളൊന്നുമില്ല, വളരെ സൈലൻ്റ് ആയിട്ട് ഇറങ്ങിപ്പോയി. എങ്ങനെ വന്നോ അതുപോലെ തന്നെ. പക്ഷേ പോരുന്ന സമയമാകുമ്പോഴത്തേക്കും ആളെ നമുക്ക് അഭിമാനമായി മാറിയിരുന്നു. അത് കീമിൻ്റെ റിസൾട്ട് വഴിയാണെങ്കിലും ജെയ് മെയിൻ റിസൾട്ട് വഴിയാണെങ്കിലും ജെയ് അഡ്വാൻസ്ഡ് റിസൾട്ട് വഴിയാണെങ്കിലും. യെസ്, അപ്പോൾ ദീപ് സാർ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത്, അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നതാണ്, ബ്രില്യൻറ്റിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ധ്യാൻ, ഒന്നും കൂടി കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു മാം, താങ്ക് യു സാർ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.